ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത പണിമുടക്ക് പൂർണ്ണമായിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഒഴിച്ച് മറ്റു വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. സർക്കാർ ഓഫീസുകളും കോടതികളും തുറന്നു പ്രവർത്തിച്ചിരുന്നെങ്കിലും ഹാജർ നില പൊതുവെ കുറവായിരുന്നു. കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരും ഫെഡറേഷനുകളുമാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നത്. ദേശീയ പണിമുടക്കിനെ പിന്തുണയ്ക്കുന്ന ഇടതുമുന്നണി നയിക്കുന്ന സംസ്ഥാന സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു. പണിമുടക്കിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പെൻഷൻ മിനിമം 9,000 രൂപയാക്കുക. പൊതുമേഖലയുടെ വിൽപ്പന അവസാനിപ്പിക്കുക. പൊതുമേഖലയുടെ വിൽപ്പന അവസാനിപ്പിക്കുക. സേവ്യർ ചിറ്റലപ്പിള്ളി MLA ഉദ്ഘാടനം ചെയ്തു. എതിരായ പ്രക്ഷോഭങ്ങളായി ഉയർന്നു വരുന്നു. ഈ പ്രക്ഷോഭങ്ങള് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ ചെയർമാൻ പറഞ്ഞു. ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തില് എല്ലാ പഞ്ചായത്തുകളിലും കാൽനട ജാഥകൾ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളികളോട് വിശദീകരിച്ചു. എല്ലാ വിഭാഗം തൊഴിലാളിയും പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ബാങ്കിങ് മേഖലയിലെ, ഇൻഷുറൻസ് മേഖലയിലെ ഒക്കെ ഇന്നലെ വരെ പണിമുടക്കത്തിലേക്ക് കടന്നു വരാൻ വിമുഖത കാണിച്ചിരുന്ന ഒരു വലിയ വിഭാഗം തൊഴിലാളികൾ ഇന്ന് പണിമുടക്കത്തിന്റെ മേഖലയിലേക്ക് വരികയാണ്. അപ്പൊ നമുക്കറിയാം, LICയെ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരായിട്ടുള്ള പ്രതിരോധം, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വിൽക്കുക. നമുക്കറിയാം, ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട എയർ ഇന്ത്യ ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. ആ എയർ ഇന്ത്യയെ ഞാൻ എന്റെയും നിങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ച് വലുതാക്കി കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ്. ആ സംവിധാനം ആരെ ഏൽപ്പിച്ചു? ടാറ്റയെ ഏൽപ്പിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പിന്നിട്ട ഈ വേളയിൽ നമ്മുടെ രാജ്യത്ത് അധികാരത്തിലുള്ള ഗവൺമെന്റ് സ്വാതന്ത്ര്യ സമരത്തിനോ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിനോ ഒരു ചെറുവിരലെടുക്കാൻ കഴിയാത്ത ഗവൺമെന്റാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. ആ ഗവൺമെന്റിന് രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാവില്ല. നമ്മുടെ രാജ്യത്തിന്റെ പേറ്റുനോവ് അറിയാത്ത ഒരു ഗവൺമെന്റ്, അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് നമ്മുടെ രാജ്യം ഭരിക്കുമ്പോൾ MA വേലായുധൻ, S ബസന്ത്ലാൽ, KM മൊയ്തു, MJ ബിനോയ്, KP മദനൻ, NK പ്രമോദ് കുമാർ, TR രഞ്ജിത്ത്, MR സോമനാരായണൻ, ഷീല മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.